ഗൈസ് വെൽക്കം ബാക്ക് ടു ടർബോ 4 അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20 ആണ്. എൻ്റെ കൂടെ ഉള്ളത് സുശാന്തനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹ്യുണ്ടായുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ചേട്ടനാണുണ്ട്. ഈ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ഇന്നും നമ്മൾ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20യുടെ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളും, അതുപോലെ തന്നെ ഫീച്ചറുകളും പ്രൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം കാണാൻ ശ്രദ്ധിക്കുക. ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. Hi guys, please like, subscribe and share this channel. ഇതാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20യുടെ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ്. ആദ്യം തന്നെ പഴയ വേരിയൻറ്റിൽ നിന്ന് ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം കണ്ടുപെടുന്ന ഈ ഒരു ലോഗോയാണ്. അതായത് കഴിഞ്ഞ വർഷ വണ്ടികളിൽ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഹ്യുണ്ടായുടെ ലോഗോ വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അത് ഈ ഒരു ഹുഡ്ഷെല്ലിന് മുകളിൽ ഈ ഒരു പാർട്ടിലായിട്ടാണ് ഇപ്പം പുതിയ ലോഗോ വരുന്നത്. ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു യൂണിറ്റാണ്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഇപ്പോൾ DRL കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു ആ ഒരു ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിപ്പോൾ ഒരു DRL ആക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ നേരെ മുകളിലേക്ക് വരുമ്പോൾ ഹുഡ്ഷെല്ലിന് മുകളിലെ ആ പഴയ രീതിയിൽ കണ്ടുകൊണ്ടുള്ള സെയിം ക്യാരക്ടർ ലൈനും ആ ഒരു കട്ടിങ്ങുകളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ലൈൻസാണ് സെൻറ്ററിലും അതുപോലെ തന്നെ സൈഡ് ലൈൻ കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ നേരെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷ വണ്ടികളിൽ ഈ ഒരു ഭാഗത്ത് ഒരു i20യുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഉള്ളിലെ ഒരു ക്രോമിയം ഇൻസെർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിൽ ഹാലോജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് സെറ്റപ്പാണ് വരുന്നത്. ബൾബുകളും കാര്യങ്ങളും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പൊസിഷനിങ് വരുന്നത്. അവിടെ തന്നെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഒരു ഗ്രിൽ ഏരിയ കൊടുത്തിട്ടുള്ളത്. ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രിൽ ഏരിയ വന്നിട്ടുള്ളത്. രണ്ട് ഹെഡ് ലാമ്പിലും കയറി നിൽക്കുന്ന രീതിയിൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോകുന്നുണ്ട്. ഗ്രിൽ ഏരിയയും പഴയ ഒരു പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ആരോയുടെ ഡിസൈൻ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പാറ്റേൺ ഡിസൈനാണ് ഒരു ഗ്രില്ലിന് മുകളിൽ വന്നിട്ടുള്ളത്. അതിന് മുകളിൽ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പൊസിഷനിങ് കാണാം. അവിടെ നിന്ന് തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ക്യാരക്ടർ ലൈൻസ് കാണും. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഒരു എയർ വെൻറ്റിൻ്റെ ഒരു എയർ ഇൻടേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായി എയർ ഡാം താഴത്തെ കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഗ്രേ ഫിനിഷിലാണ് ആ ഒരു അടിഭാഗം വരുന്നത്. അവിടെ നല്ല ഷാർപ്പുള്ള കട്ടിങ്ങുകളാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ ക്ലോസ്ഡ് ആണ്. ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുള്ളൊരു എയർ ഇൻടേക്കിനുള്ള പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നേരെ സൈഡ് ഫെൻഡറിലേക്കൊക്കെ വരുമ്പോൾ സൈഡിലാണ് കണ്ടുവന്ന സെയിം ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൽ 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസാണ് വരുന്നത്. അതായത് ഒരു വീൽ കപ്പ് ടൈപ്പിലുള്ളൊരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ദൂരെ നോക്കുമ്പോൾ പക്ക അലോയായിട്ട് തോന്നും. അതായത് ഉള്ളിലെ ഈ ഒരു ഇതിലാണ് അതിൻ്റെ ഒരു സ്റ്റീൽ റിമ്മ് വരുന്നത്. മുകളിലെ ഈ ഒരു ഭാഗം പ്ലാസ്റ്റിക്കിൻ്റെ വീൽ ക്യാപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഹ്യുണ്ടായുടെ ലോഗോ കാണാം. 195/55 R16 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. ഫ്രണ്ടിലെ മെക്ഫെർസൻ്റെ സ്ട്രട്ടാണ് സസ്പെൻഷനിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഒരു വിൻഡോ ഏരിയയിലേക്ക് വരുമ്പോൾ വലിയൊരു വിൻഷീൽഡ് ഏരിയ ആണ് കാണാൻ സാധിക്കുന്നത്. വൈപ്പറൊക്കെ നേരെ ഒരു ബ്ലാക്ക് ഏരിയകൾ ടെക്കിൻ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ORVമിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല നീണ്ടു നിൽക്കുന്ന ORVംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. ബോഡി കളർ അതുപോലെ തന്നെ താഴെ ഒരു ബ്ലാക്ക് ഫിനിഷും അതിന് മുകളിലാണ് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ വിൻഡോ ലൈൻ്റെ കാര്യം പറയുമ്പോൾ ക്രോമിയം ലൈനിങ് ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ സി പില്ലറിലേക്ക് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതൊരു ആരോ ഷേപ്പിലായിട്ടാണ് തോന്നുന്നത്. മുകളിൽ റെയിൻ വൈസേഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലേയും ഒരു ക്രോമിയം ഇൻസെർട്ട് കൊടുത്ത് നല്ല മനോഹരമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽസിൻ്റെ കാര്യം പറയുമ്പോൾ ബോഡി കളറുള്ള ഡോർ ഹാൻഡിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് മുകളിലേയും കട്ടിങ്ങുകൾ ധാരാളം ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ ഒരു കീ സ്ലോട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ നേരെ ഡോറിന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു റണ്ണിംഗ് ബോർഡിന് മുകളിൽ i20 എഴുതിയൊരു ഡാർക്ക് ഗ്രേ ഫിനിഷിലുള്ളൊരു ആക്സസറി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ഇനി ബാക്കിലേക്ക് വരുമ്പോൾ കയറി നിൽക്കുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പഴയ i20യിൽ ഹെഡ് ലാമ്പിന് സൈഡിലായി i20യുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ആ സെയിം ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തെ ടെയിൽ ലാമ്പിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ പിന്നിലേക്ക് വരുമ്പോൾ LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നിൽ വന്ന മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബമ്പറിലാണ്. അതായത് ഈ ഒരു ബ്ലാക്ക് ഭാഗം ഒരുപാട് ഇൻസേർട്ടായി നിൽക്കുന്ന രീതിയിലാണ് ബമ്പറിൽ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. നേരത്തെ വൈറ്റ് ബമ്പറും അതിൽ താഴെ ഒരു ഭാഗം മാത്രമേ ബ്ലാക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുള്ളത് കാണും. അതുപോലെ തന്നെ റിഫ്ലക്ടറിൻ്റെ കാര്യം വളരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള റിഫ്ലക്ടർസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്ത് എയർ വെൻറ്റിൻ്റെ കൂടത്തെ ഒരു ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അവിടുന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഗ്രേ ഫിനിഷിലുള്ള സ്പോയിലർ രീതി താഴെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്ന രീതി നല്ലൊരു ഡിസൈൻ എലമെൻറ്റ് പിന്നിലെ കൊടുത്തിട്ടുള്ളത് കാണാം. വീൽ ഗേറ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്രേക്ക് ലാമ്പ് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ബ്രേക്ക് ലാമ്പാണ്. എന്നാൽ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സൈഡിലായിട്ടാണ് ഈ ഒരു ഭാഗത്താണ് ബ്രേക്ക് ലാമ്പ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായി നമ്മൾ ഹെഡ് ലാമ്പൊക്കെ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നതാണ്. റിവേഴ്സ് ലാമ്പ് അതുപോലെ തന്നെ ഇതും ഇൻഡിക്കേറ്റേഴ്സും ബൾബിലാണ് കൊടുത്തിട്ടുള്ളത്. 2 ടെയിൽ ലാമ്പ് ജോയിൻ ചെയ്ത് നിൽക്കുന്നതിലൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം.
ഈ ഒരു ഭാഗം ബ്ലാക്ക് ആയിട്ടാണ് പിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ളതാണ് ഒരു ഹ്യുണ്ടായുടെ ലോഗോ വരുന്നത്. അതുപോലെ തന്നെ റിയർ വാഷർ വൈപ്പർ അവൈലബിൾ അല്ല, ഡിഫ്യൂസർ കൊടുത്തിരിക്കുന്നതാണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പിലും ഈ ഒരു മുകളിലെ ഒരു ചെറിയ സ്പോയിലർ പോലത്തെ ഒരു പാർട്ടിനുള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലെ ഷാർക്ക് ഫിൻ ആൻറ്റിന് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ടെയിൽ ഗേറ്റിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ i20യുടെ ബാഡ്ജിങ് ആണ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ വേരിയൻറ്റ് തിരിക്കുന്ന രീതിയിലുള്ള സ്പോർട്സിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു താഴത്തെ ബമ്പറിന് അടിഭാഗമാണ്. സ്കിഡ് പ്ലേറ്റും തോന്നിക്കുന്ന രീതിയിലുള്ള അതിന് മുകളിലെ 4 ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയാണ് ബമ്പർ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഒരു ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. വണ്ടി അൺലോക്ക് ആയി കിടക്കുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ഇതിലാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ലിഡ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു സൈഡ് ഭാഗങ്ങളിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാനിപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. ദൂരെ നോക്കിയാൽ കണ്ടാൽ പക്ക അലോയ് വീലും തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റീൽ വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ടോർഷൻ ബീമിൻ്റെ ഒരു സസ്പെൻഷനാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പുറത്തു നിന്നുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. കാര്യമായ ചേഞ്ചസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ ഒരു റിയർ ബമ്പറിൽ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഏരിയ, അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൽ വരുന്ന ആ ഒരു DRLൻ്റെ പുതിയ പൊസിഷനിങ്ങും അതുപോലെ തന്നെ ആ ഒരു ലോഗോയുമാണ് മെയിൻ ചേഞ്ചായിട്ട് എടുത്ത് പറയാനുള്ളത്. ഹുഡ്ഷെല്ലിൻ്റെ താഴെ ഇൻസുലേഷൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തില്ല. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹുഡ്ഷെല്ലും കാര്യങ്ങളുമാണ് വരുന്നത്. 1197 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 81 BH പവറും 114 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് നേരെ ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാം. അത് തന്നെ ഡ്രൈവർ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഒരു ഡോർ പാഡ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷിലാണ് ഈ ഒരു ഡോർ ഓപ്പണിങ്ങിൻ്റെ ലിവർ വന്നിട്ടുള്ളത്. അതിനുള്ളിലാണ് ലോക്ക് അൺലോക്കിൻ്റെ വരുന്നത്. തൊട്ട് താഴെ ORMസിൻ്റെ കൺട്രോൾസാണ്. ORM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അതുപോലെ തന്നെ ഫോൾഡബിളുമാണ്. അതിന് തൊട്ട് താഴെ ഡ്രൈവർ സൈഡ് പവർ വിൻഡോയുടെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ലോക്ക് ആണ് ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ലെതറോ കാര്യങ്ങളൊന്നും തന്നെ ഫാബ്രിക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം വരുന്നത്. ഈ ഒരു ഭാഗത്ത് ലൈനിങ്ങുകളും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിലാണ് ഒരു ഡോർ പാഡ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ട്വീറ്ററിനുള്ള സ്പേസ് വരുന്നത് കാണാം. താഴേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ ചെറിയൊരു മാപ്പ് പോക്കറ്റ് ഏരിയയും ഈ ഒരു ഡോറിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോറുകളും കാര്യങ്ങളുമാണ്. അവിടെ തന്നെ നേരെ ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വണ്ടിയുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ അഡീഷണൽ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്നൊരു സീറ്റുകളും കാര്യങ്ങളുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിക്ലൈനും കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നേരെ ഇനി ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഫുള്ളി ഒരു ബ്ലാക്ക് ആൻഡ് ഒരു പീച്ച് ഫിനിഷിലുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ ഇതിൻ്റെ ഒരു കീ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത്. ബാക്കിലെ ഒരു ഹ്യുണ്ടായുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ ഒരു ഫ്ലിപ്പ് കീ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഫുള്ളി മീറ്റർ കൺസോളും കാര്യങ്ങളുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. AC കുറച്ച് ഓഡിബിളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ് ചെയ്തു. ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഹ്യുണ്ടായുടെ മറ്റു വണ്ടികളിൽ കണ്ടുകൊണ്ടുള്ള സെയിം രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഉള്ളിലൊരു സിൽവർ ഇൻസെർട്ടായി കാണും. അതുപോലെ തന്നെ തമ്പിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ളൊരു ഇംപ്രഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ സ്റ്റിയറിംഗിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിസ്കോപ്പിക്കും കൊടുത്തിട്ടുള്ളതുകൊണ്ട് കാണാം. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ലോക്ക് വരുന്നത്. അവിടുന്ന് തന്നെ നേരെ ഈ ഒരു ഹോണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സിംഗിൾ ഹോണാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കാണാം. അതിൽ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യങ്ങളും ഈ ഒരു ഭാഗത്തെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഡിസേബിൾഡ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് ക്ലച്ചിന് നൽകുമ്പോൾ വണ്ടി ഓഫ് ആവുന്നതാണ്. ഹെഡ് ലാമ്പിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. താഴെ ഒരു ഫ്യൂസ് ബോക്സ് ആണ് വരുന്നത്. അവിടെ നിന്ന് തന്നെ ഈ ഒരു ഭാഗത്തായി ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ പെട്രോളിൻ്റെ ലിവറോ കാര്യങ്ങളൊന്നും തന്നെയില്ല. വണ്ടി അൺലോക്ക് ആയിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് തന്നെ പുഷ് ചെയ്ത് നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്, ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ തന്നെ നേരെ താഴേക്ക് വരുമ്പോൾ
പെഡൽസും കാര്യങ്ങളും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്, റബ്ബർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡെഡ് പെഡലും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ നിന്ന് നേരെ ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വരുമ്പോൾ വലിയൊരു ഡാഷ്ബോർഡ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് ഉള്ളിലെ ചെയ്തിട്ടുള്ളത് കാണാം. അവിടെ തന്നെ നേരെ ഇനി നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ RPM മീറ്റർ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ടാക്കോമീറ്ററുമാണ് വരുന്നത്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കയറി പോകുന്നത് കാണാം. നമുക്ക് ഡിജിറ്റലിയും അറിയാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പെട്രോളിൻ്റെ ഇത് കാണാം, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻ ടെമ്പറേച്ചറും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ നമുക്ക് കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് അതിനായിട്ടുള്ള ഇലുമിനേഷൻ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. മുകളിലെ റേഞ്ചും കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂവൽ എക്കോണമിയും കാര്യങ്ങളും ആവറേജ് ഇപ്പോൾ 15 കിലോമീറ്റർ പെർ ലിറ്ററാണ് ഇതിൻ്റെ ഒരു ആവറേജ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്പും ടൈമും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ടയർ പ്രഷറും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഡോറിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കൺവീൻസും ലൈറ്റ്സിൻ്റെ ഒക്കെ തന്നെ നമുക്കിതിനുള്ളിൽ അറിയാൻ സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളും വരുന്നത്. റൈറ്റ് സൈഡിലെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ ഈ ഒരു ഭാഗത്തിൽ അവൈലബിൾ ആണ്. ക്രൂയിസ് അപ്പും ഡൗണും ചെയ്യാനുള്ളൊരു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ളൊരു ടോഗിൾ സ്വിച്ച് പോലത്തെയാണ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മീഡിയ കൺട്രോൾസ്, അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റൻ്റ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. മോഡും വോളിയം അപ്പ് ആൻഡ് ഡൗണും ട്രാക്ക് ചേഞ്ചും അതുപോലെ തന്നെ മ്യൂട്ട് ഇതിന് മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. കോളിൻ്റെ അതുപോലെ തന്നെ ഓപ്ഷനുകളും മറ്റും ഈ ഒരു ഭാഗത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ മെനു വരുന്നത്. സൈഡിലായി ഫിസിക്കൽ സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത് കാണാം. റേഡിയോ, മീഡിയോ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പവർ ഓഫിൻ്റെ കാര്യങ്ങളും ഈ ഒരു ഭാഗത്തെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാക്ക് ചേഞ്ച് ഉള്ളൊരു ഈ ഒരു ഭാഗത്തും നമുക്ക് ലോങ് പ്രസ് ചെയ്താൽ സ്ക്രീൻ ഓഫ് ആവുന്നത് കാണാം. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ളിലാണ് ഒരു സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കയറി നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫ്ലോട്ടിംഗ് സ്ക്രീൻ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പൊസിഷനിങ് വന്നിട്ടുള്ളത്. അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ലൈനായിട്ട് എർട്ടികയിലേക്ക് കണ്ടുവന്നിട്ടുള്ള ആ ഒരു രീതിയിൽ ലൈനായിട്ടുള്ള AC വെൻസ് ആണ് വരുന്നത്. ആ ഒരു ഡാഷ്ബോർഡ് ഏരിയ ഫുൾ ലൈനായിട്ടാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തെ എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത് കാണാം. നമുക്ക് AC ക്ലോസ് ചെയ്യാവുന്ന AC വെൻസ് ആണ്. സൈഡിലേക്കാക്കി നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സെൻറ്ററിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ വരുന്ന AC വെൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന് സെൻറ്ററിൽ ഹസാർഡ് ലാമ്പിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടുന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു AC ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ACയുടെ ഒരു സെറ്റപ്പ് വരുന്നത്. ടെമ്പറേച്ചർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളൊരു ടോഗിൾ സ്വിച്ചും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഫാൻ സ്പീഡിൻ്റെ ഒരു ടോഗിൾ സ്വിച്ചും ഉണ്ട്. ഒരു 4th മുകളിൽ ഓഡിബിളായിട്ടുള്ളൊരു AC സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളും അറിയാൻ മോഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സ്വിച്ച് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ ഡിഫോഗസിൻ്റെ സ്വിച്ചുകൾ ഈ ഒരു ഭാഗത്തേക്കാണ്. ACയുടെ സ്വിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എയറിൻ്റെയും മറ്റും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സ്വിച്ച് ഈ ഒരു ഭാഗത്തായും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ USB ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു ലൈറ്റ്നിങ് കേബിളിനുള്ള ഇത് കാണാം. സെൻറ്ററിലെ ഒരു 12 വോട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു USB കുത്താനുള്ള ഒരു പോർട്ട് ഈ ഒരു ഭാഗത്തെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ലൊരു സ്റ്റോറേജ് ഏരിയ താഴെ വരുന്നുണ്ട്. അതിന് തൊട്ട് പിന്നിലേക്ക് വരുമ്പോൾ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയറിനുമാണ് ഈ കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അവിടുന്ന് തൊട്ട് പിന്നിലേക്ക് വരുമ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ തന്നെ ചെറിയൊരു പെർഫ്യൂം ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ടിപ്പോട് കൂടി ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം, ഹാൻഡ് ബ്രേക്ക് ലിവറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നിലേക്ക് വരുമ്പോൾ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ചെറിയ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും വരുന്നത് കാണാം. അവിടെ തന്നെ നമ്മൾ ഈ മുകളിലേക്ക് വരുമ്പോൾ മാനുവൽ ഡൈനറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള മിററുകളും കാര്യങ്ങളാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. സൺവൈസറിനുള്ളിലായി സെൻറ്ററിലായി ഈ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബിൻ ലാംപ്സ് ഹാലോജനിലാണ് കൊടുത്തിട്ടുള്ളത്. മൈക്കും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുള്ളത് കാണാം. കോർണർ സൈഡിലെ ഒരു വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് 4 സൈഡിലും വരുന്നത്. അതിൽ സെൻറ്ററിലെ ഒരു ക്യാബിൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സീറ്റിന് കാര്യമൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുഷ്യനായിട്ടുള്ള സീറ്റുകളാണ്. അത്യാവശ്യം നല്ല ഹഗ് ചെയ്ത രീതിയിലുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അണ്ടർ സപ്പോർട്ടും നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഫ്രണ്ട് വ്യൂ നല്ലതായി കണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഇനി ഗ്ലൗ ബോക്സിലേക്ക് വരുമ്പോൾ ചെറിയ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും ഗ്ലൗ ബോക്സിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലൗ ബോക്സാണ്. നമുക്ക് ഇവിടെ ഓൺ ഓഫ് ചെയ്യാവുന്ന രീതിയിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്.
ഇത്രയൊക്കെയാണ് ഒരു മുൻഭാഗത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ നമുക്ക് ഇനി ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വൈഡായി ഓപ്പൺ ചെയ്യുന്ന ഡോറുകളും കാര്യങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ നേരെ ഈ ഒരു ഭാഗത്തെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് കാണാം. ഫ്രണ്ടിൽ കണ്ട സെയിം ഡോർ ഹാൻഡിൽ കാര്യങ്ങളാണ് ലിവർ കൊടുത്തിട്ടുള്ളത്. പിന്നിലെയും ഈ ഒരു ഭാഗത്തെ സ്പീക്കർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു മാപ്പ് പോക്കറ്റും 1 ലിറ്റർ കയറുമെന്ന് തോന്നില്ല, ഒരു ½ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡറിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ സീറ്റ് ഇപ്പോൾ കുറച്ച് പിന്നിലേക്ക് ഇറക്കിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും പിന്നിലേക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ട് ഹുക്കും കാര്യങ്ങളും ഈ ഒരു മുകളിലെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല രീതിയിലുള്ള അണ്ടർത്തെ സപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഹെഡ്റൂമിനെ പറ്റി പറയുമ്പോഴായാലും നല്ല രീതിയിലുള്ള ഹെഡ്റൂമും കാര്യങ്ങളും പിന്നെ ലഭിക്കുന്നുണ്ട്. സെൻറ്ററിലേക്ക് വരുമ്പോൾ ആംറസ്റ്റിന് പിന്നെ റിയർ AC വെൻസ് വരുന്നുണ്ട്. അതും നമുക്ക് ക്ലോസ് ചെയ്യുന്ന AC വെൻസാണ് പിന്നിലേക്ക് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു USB ലൈറ്റിംഗ് കേബിളിനുള്ള സോക്കറ്റ് വരുന്നുണ്ട്. അതിനുള്ള ചെറിയൊരു ഇലുമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ മൊബൈലും കാര്യങ്ങളും ചാർജിങ്ങും വെക്കാനുള്ളൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് അല്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. ഈ ഒരു സീറ്റ് ബെൽറ്റും കാര്യങ്ങളും സെൻറ്ററിലുള്ള ആൾക്കും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുള്ളായ രീതിയിലാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഒരു പൊസിഷനിങ് വന്നിട്ടുള്ളത്. പിന്നെ ഡോർ സൈഡ് പോക്കറ്റുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. പിന്നെ അത്യാവശ്യം 3 പേർക്ക് നന്നായി തന്നെ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന റോയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് റോ സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റുകളും കാര്യങ്ങളും പിന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പാർസൽ ട്രേ അവൈലബിൾ ആണ്. ക്യാബിൻ ലാമ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ ഒരു ലുക്ക് ലഭിക്കുന്നത് പിന്നിലിരിക്കുമ്പോൾ. മൊത്തത്തിലൊരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഒരു മുൻഭാഗം മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് തന്നെ നേരെ ഇനി നമ്മൾ ടെയിൽഗേറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല പിന്നിലേക്ക് തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ടെയിൽഗേറ്റിലേക്ക് വരുമ്പോൾ പാർസൽ ട്രേ അവൈലബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. സ്റ്റോറേജ് ഏരിയയെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡീസൻ്റ് സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി സൈഡ് ലഗേജ് ഹുക്ക് വരുന്നുണ്ട്. ബൂട്ട് ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അവിടുന്ന് തന്നെ വാറിംഗ് ട്രയങ്ങളും ടൂൾ കിറ്റും ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. മാറ്റിന് താഴെ ഒരു 15 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയർസാണ് വാഹനത്തിൽ വരുന്നത്. അതിനുള്ള ടൂൾ കിറ്റും കാര്യങ്ങളും വരുന്നത് കാണാം. ഈ ഒരു പൗച്ചിനുള്ളിലാണ് ടൂൾ കിറ്റ് വരുന്നത്. അവിടെ തന്നെ നമുക്കിനി ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു എൻജിൻ നോയ്സും കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ക്യാബിനുള്ളിലേക്ക് വരുമ്പോൾ കാര്യമായ എൻജിൻ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ സാധിക്കില്ല. പിന്നെ നേരെ നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറ നോക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളുമാണ്. പിന്നെ ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസിൻ്റെ ഫീച്ചറുണ്ട്. നമ്മളത് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മൾ വണ്ടി ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും അസിസ്റ്റൻറ്റ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ക്യാമറയും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അവിടുന്ന് തന്നെ ഈ ഒരു മെയിൻ ഇൻ്റർഫേസ് ഇതിൻ്റെ വരുന്നത്. വൈറ്റ് മോഡും കാര്യങ്ങളും നമുക്കിതിൽ അവൈലബിൾ ആണ്. സെറ്റിങ്സിലേക്ക് വരുമ്പോൾ സൗണ്ട്, ഡിവൈസ്, ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഫിസിക്കൽ ബട്ടൺസിൻ്റെ കൺട്രോൾസ്, അതുപോലെ തന്നെ AC-യുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇതിനുള്ളിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു മെയിൻ സ്ക്രീനിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ RPM മീറ്റർ ഈ ഒരു ഭാഗത്തായിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഡീറ്റെയിൽ ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് സ്പീഡോമീറ്റർ വരുന്നത്. 220 വരെയാണ് അതിൻ്റെ ഒരു മാക്സ് സ്പീഡ് വരുന്നത്. നമുക്ക് ഏകദേശം 6.5 ഇതൊരു RPM റെഡ് ലൈൻ ചെയ്യുന്നത്. സീറ്റ് ബെൽറ്റിൻ്റെ വാർണിങ്ങും കാര്യങ്ങളും ഉള്ളിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. എഞ്ചിൻ്റെ ഹുഡ്ഷെല്ലിന് താഴെ കാര്യമായിട്ടുള്ള ഇൻസുലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ക്യാബിനുള്ളിലേക്ക് എഞ്ചിൻ നോയ്സ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിലുള്ളൊരു സൈലൻ്റ് ആയിട്ടുള്ള ക്യാബിൻ ഏരിയ തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളിലായി കൊടുത്തിട്ടുള്ളത്. സീറ്റിങ്ങിൻ്റെ കാര്യം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആയതിനാൽ തന്നെ നല്ല രീതിയിലുള്ളൊരു
റോഡ് പ്രസൻസ് നമുക്ക് ഉള്ളിൽ ഇരുന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സിംഗിൾ ഹോണാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അവിടെ തന്നെ കാല് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ടേൺ ചെയ്ത് വിട്ടാലും കറക്റ്റായിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിലാണ് ആ ഒരു തിരിച്ചെത്തുന്നത് ആ ഒരു സെൻറ്റർ പൊസിഷനിലോട്ട്. അവിടെ തന്നെ ഈ ഒരു വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അവരെ നമുക്കിപ്പോൾ സ്ക്രീനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. അറൗണ്ട് 15 km/ലിറ്റർ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്യാബിനും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് വൈപ്പർ കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഒരു വൈപ്പറിൻ്റെയൊക്കെ പൊസിഷനിങ് വന്നിട്ടുള്ളത്. നമ്മൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ചെയ്തിട്ടേക്കാണ്. നമ്മളിപ്പോൾ ഓൺ ആക്കിയിടുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.